ഞങ്ങളിന്ന് പുതിയ പ്രാവിനെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രാവാണെന്ന് തോന്നുന്നത്, നാടൻ പ്രാവാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ കാണിച്ചു തരാം. ഞങ്ങളുടെ പ്രാവ് ഈ പെട്ടി തന്നെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടും കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെട്ടി തുറന്നിട്ട് പ്രാവിനെ പുറത്തെടുത്ത് നമ്മുടെ പഴയ പ്രാവുകളുടെ കൂടെ ലോഫ്റ്റിലിട്ട് നോക്കണം. അപ്പോൾ ആ പഴയ പ്രാവുകളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. പിന്നെ ഞങ്ങൾ പ്രാവിൻ്റെ കാലിലിടാൻ വേണ്ടി റിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഴയ സ്കെച്ച് മുറിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ആ റിങ്ങും അതിൻ്റെ കാലിലിടണം. പ്രാവിനെ പുറത്തെടുത്തുകൊണ്ട് ഇതാണ് പ്രാവ്. കണ്ണൊക്കെ ഓറഞ്ച് കളറ്. റിങ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇനി അവൻ്റെ കാലിൽ ഇത് ഇടണം. ആണാണെന്നാണ് കടയിലത്തെ ആൾ പറഞ്ഞത്. ഞങ്ങൾ റിങ് ഇട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ട് റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ടൈറ്റൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നണേ. ഓക്കെ, പഴയ പ്രാവുകളിലൂടെ നിൽക്കണുണ്ട്. ഇനി പഴയ പ്രാവുകൾ അയച്ചു വിടണം. അതിൻ്റെ കൂടെ പുതിയ പ്രാവിനെ ചിറകിൽ പിന്നിട്ടിട്ട് അയച്ചു വിടണം. ഞങ്ങൾ പിന്നിട്ടുണ്ട്. ഇത് പറവപ്രാവാണ് കേട്ടോ, പറവപ്രാവാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ കുറേ പ്രാവുകൾ വളർത്തുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു ബ്രൗൺ കളർ പറവപ്രാവ് ഉണ്ടായിരുന്നു. അതിനെ പട്ടി പിടിച്ച് നമ്മളിവിടെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ പ്രാവിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ പറന്ന് പോവാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളവർ ഇറങ്ങും, ഇറങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫുഡും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ പുതിയ പ്രാവ് പയ്യ പറന്ന് പോവാൻ നോക്കണുണ്ട്. പിന്നിട്ടോണ്ട് പോവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ പ്രാവുകളും ഫുഡ് കഴിക്കുകയാണ്. ഒരെണ്ണം മാത്രം വെയിൽ കിട്ടിയപ്പോൾ അവിടെ ഇരിക്കുകയാണ്. പുതിയ പ്രാവ് ഇത് അവിടെ എന്തൊക്കെയോ കാണിക്കണ്ട്. ചെറിയിലത്തെ പിഞ്ഞ് അഴിക്കാൻ നോക്കിയാണെന്നാണ് തോന്നണത്. അത് അവർ ചിലപ്പോൾ ജോഡിയാവാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാ പ്രാവും ഇങ്ങോട്ട് പറന്ന് കയറിയിട്ടുണ്ട്. ബ്രൗൺ എവിടെ? ബ്രൗൺ തെങ്ങിൻ്റെ പക്കത്തിരുന്നു. ഇന്നത്തെ വീഡിയോ പ്രാവൊക്കെ അവിടെ അടക്കണ്ട്. കുറേ പ്രാവൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.